മോർണിംഗ് ഗൈസ്. അപ്പോൾ നല്ല വണ്ടിയിലൊക്കെ ഇറങ്ങിയിട്ട് ആകെ ഒരു സുഖമില്ല. നമ്മൾ രാവിലെ വണ്ടി എടുത്തിട്ട് ചായ കുടിക്കണം. എവിടെയെങ്കിലും പുറത്തിട്ട് പോയിട്ട് ചായ കുടിക്കാൻ നിർത്താൻ വിചാരിച്ചിട്ട് രാവിലെ ചായ കുടി പരിപാടി കഴിഞ്ഞു. ചെറിയ തട്ടുകട ഇടത്തില്ല വീടെടുത്ത്. അപ്പോൾ ചായ കുടി കഴിഞ്ഞു ഒരു ഉഷാറായി. 4 ഇഡ്ഡലി ഇറങ്ങി അത് കഴിച്ച് സൂപ്പറായി. ഇനി നേരെ പോവാം. ഓക്കെ, രാവിലെ തന്നെ എന്താണ് ഇവിടെ വെയിലും മഞ്ഞയും തണുപ്പൊന്നുമില്ല. നല്ല രസമുണ്ട് കാണാൻ ആ പൂവ്. ഇനി ഫുള്ള് യാത്ര ഫോറസ്റ്റ് ആണ് കേട്ടോ. ഫുൾ ഫോറസ്റ്റ് വൈബാണ്. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, അതാണ് ഹൈവേ വരാൻ പോവാണ്. ചില കുരങ്ങന്മാര് അതാ ബസ് വിട്ടില്ല, ഭാഗ്യം. ആ ബസ്സിന്റെ മുന്നിലെ ചാടിയ നായി കുരങ്ങൻ കണ്ടോ, റോഡിലായിരിക്കണം. ഇവിടെ ഇപ്പൊ നിറയെ കാണാ. നല്ല കയറ്റാണ്, വണ്ടി ഒന്നും ലോഡായിട്ട് വലിയണല്ലേ. കണ്ടോ, കയറ്റം തന്നെ കയറ്റം. നല്ല രസമുണ്ട് കാണാൻ. മഞ്ഞ ചോപ്പ് റോഡ് വെച്ചിട്ടാ ടച്ച് വിടാം. നോക്കിട്ട് പറയാം. വെറുതെ എല്ലാം 5000 അടിച്ചതേ. ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ. അതുകൊണ്ട് ഓരോ സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടൊക്കെ വേണം പോവാൻ. റിസർവ് കാണിക്കില്ലേ മഞ്ഞ, അത് ഡീസൽ അടിക്കണ്ട. ഇത് പണിയാണ്, ബ്രിഡ്ജ് വരുന്നുണ്ട്. ഫുള്ള് പണിയാണ്. നല്ല ലോഡ്. ടൗൺ എത്തി മക്കളെ, ടൗണ്. എനിക്ക് അവിടുത്തെ വല്ല ജ്യോതിഷിന്റെ വണ്ടികളാവും ഉണ്ടാവുക. നല്ലൊരു തടാകം കണ്ടിട്ടുണ്ട്. നല്ല വലിപ്പുണ്ട് കേട്ടോ, കാണാൻ മാതിരിയൊന്നല്ല, വലുതാണ്. நான் வந்துட்டு இருக்கேன். லோடு கோயம்புத்தூர்ல இருந்து லோடு ஏற்றிட்டு வந்துட்டு இருக்கேன் அன்லோட் பண்றதுக்கு. இங்க நிலவங்கலா தான் அன்லோடிங் പോയിന്റ് നിലവങ്കല. ബ്ലോക്കാണ് ഗായ്സ്, മുടിഞ്ഞ ബ്ലോക്ക്. റോഡ് പണി എന്തൊക്കെ നടക്കണോണ്ടോ നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ആ തല വരെ ബ്ലോക്ക്. അതിനി എപ്പോൾ തീരുവണാവോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിരത്തി ഇലക്ട്രിക് ബസ്സല്ലേ, ഇലക്ട്രിക്കിന്റെ ബസ്സാണിത്. ടൂർ പോണ വണ്ടി നല്ല ബ്ലോക്കാണ്. ഇപ്പം എപ്പോൾ മാറണോ അത്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ. ഇതാണ് ബാംഗ്ലൂർ. മറ്റേ ഇത് ഗ്രാൻഡ് തെഫ്റ്റിന്റെ ഒരു ഗെയിം ഉണ്ട് കമ്പ്യൂട്ടറിൽ. അതൊക്കെ ഓർമ്മ വരുന്ന ഈ കൊണ്ടാണ് കാണുമ്പോ. അതിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോ ക്രെയിനും സാധനങ്ങളും കാണാം. പണി നടക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. ബാംഗ്ലൂരു മജസ്റ്റിക്. ഇത്രകാലം ലോറി വെച്ചിട്ടാണ് ഇവിടം തൊട്ട് തല വരെ ലോറികളാണ്. മെട്രോന്റെ താഴെ നല്ല പൂന്തോട്ടം ഉണ്ട്. ഒരു മെട്രോ സ്റ്റേഷനാണ് ഇവിടെ. എക്സ്പ്രസ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ബാംഗ്ലൂർ സിറ്റി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ. അതൊരു മെട്രോ സ്റ്റേഷനാണ് ആ കാണുന്നത്. ഇൻഫോസിസ് ഫൗണ്ടേഷൻ കോനപ്പൻ അഗ്രഹാര മെട്രോ സ്റ്റേഷനാണ്. മെട്രോന്റെ ഒക്കെ വരും കേട്ടോ. ഇലക്ട്രോണിക് സിറ്റി.
എക്സ്പ്രസ് ഹൈവേയിലോട്ട് കടക്കാൻ പോവുകയാണ്. ആണ് ഇതിന് ടോൾ തന്നെ ഉണ്ട്, വലിയൊരു ടോളിൻ്റെതാണ്, ചില്ലറ ടോളൊന്നല്ല. എന്താ മറ്റേ ഇതിന്റെ ചിറകല്ലേ കിടക്കണ്, വിൻഡ്മില്ലിന്റെ ചിറക്, മറ്റേടാ കാറ്റാടി യന്ത്രത്തിന്റെ, മറ്റേതിന്റെ കാറ്റാടി വിൻഡ്മില്ലിന്റെ ചിറകാണ് ഈ കാണുന്നത്. ആ രണ്ട് വണ്ടി തന്നെയാണില്ലേ. ആണ് ടോള്, വലിയ ടോൾ ബൂത്ത്. ബൈക്കേഴ്സ് കേട്ടോ, അത് ഏതിന്റെ വണ്ടി, ഹോണ്ടയുടെ ആണോ ഏതിന്റെ വണ്ടി എന്ന് അറിയില്ല. ഇപ്പൊ ഇതിനൊരു പെടപെട്ടയ്ക്ക് വരും 100-110 കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കാം വീഡിയോ. കേട്ടിയ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറി. അവരെന്തെങ്കിലുമൊക്കെ പണിയെടുക്കാണ്, ഫുള്ള് പണിക്കാരാണ് ഇവിടെ ഉണ്ടോ. ഇപ്പൊ കാണാ വണ്ടി പോണത്. ഇവിടെ നിർത്താൻ പാടില്ല പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നിരത്തി വണ്ടി നിർത്തിയിട്ടുണ്ട്. അന്നൊന്നും മുമ്പ് അങ്ങനെ വണ്ടി നിർത്തിയിട്ടില്ല. ഇവിടെ ശരിക്കും വണ്ടി നിർത്താൻ പാടില്ല, പക്ഷെ ഇവിടെ ഒക്കെ നിർത്തി വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നൈസ് റോഡ്, സൈഡ് നല്ല ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ. ഇതാണ് ബാംഗ്ലൂർ നൈസ് റോഡ്. റോഡാണ്, മെയിൻറ്റെയിൻസ് അതേമാതിരി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഏത് സമയത്ത് എന്താ സൈഡിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആൾക്കാരെ കാണാം വർക്ക് ചെയ്യും. അപ്പുറത്ത് കൂടെ വേറെ ബ്രിഡ്ജ് റോഡ് വേറെ വരുന്നുണ്ട്. ഇനി പാലം പണി എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മൊത്തം എന്ന് പറയുന്നത് 45 കിലോമീറ്ററാണ് ഈ റോഡിന്റെ നീളം, കിലോമീറ്റർ. ഇതെന്താ ഒരു നന്ദി ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞൊരു ടീമിന്റെ ഈ റോഡ്, അതാണ് നൈസ് റോഡ്. നല്ല റോഡാണ്, പക്ഷെ ഇവിടെ ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായത് കണ്ടോ? നന്ദിയുടെ പടം കുത്തിച്ചു. ഇവിടെയൊക്കെ അവരുടെ നന്ദി എന്നുള്ളതിൻ്റെ അവരുടെ കമ്പനിയുടെ നന്ദി ഇതിൻ്റെ ഇത് കൊത്തി വെച്ചു സ്റ്റാച്യുമാരി ചില സ്ഥലത്തൊക്കെ. ഇതാണ് ഇതിൻ്റെ ഓണർ, ഈ ചങ്ങായി ഈ റോഡിൻ്റെ ഓണറാണ്, നന്ദി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ. അങ്ങനെ നമ്മുടെ നൈസ് റോഡ് കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്ങോ സീസെ ഫിനിഷ്. നൈസ് റോഡ് എക്സിറ്റ് അടിച്ചു. നൈസ് റോഡ് നല്ല ഇതുണ്ടോ, നല്ല പൂക്കൾ കണ്ടോ, നല്ല രസമുണ്ട്. മറ്റേ വിൻഡ്മില്ലിന്റെ ഫാന് കുറേ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഫാനിന്റെ ഇത് രണ്ടാമത്തെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇതാ മൂന്നാമത്തെ, മൂന്നല്ല കുറേ ഉണ്ട് കിട്ടത്. വേറെ അവരുടെ കൂടെ തന്നെ നിറയെ ആൾക്കാരുണ്ട്. അവർക്കിപ്പോൾ നൈറ്റ് അവർ കൂടുതൽ പോവുക, ഇതൊക്കെ അവരുടെ വണ്ടിയാണ്. സാധനങ്ങൾ നിർത്തിയിട്ട് പണിക്കാർ അങ്ങനെ അതാ പോണ്. മെട്രോയാണ് പോകുന്നത്. വേണ്ട, ബാംഗ്ലൂർ മെട്രോ. ഇതെന്ത് ഭയങ്കര സ്ലോ ആണ്. അവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അത് കാണാനാണ് മെട്രോ സ്റ്റേഷൻ. അവിടെ പോയി നിർത്തും. അതാണ് സ്ലോ ആയി. ഓക്കെ, ഹലോ ഗൈസ്, ഇന്നത്തെ അവസ്ഥ പറയുന്നത് ഭയങ്കര ഷോക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുളിച്ചിട്ടില്ല, ഒന്നിനും പറ്റില്ല. ഇവിടെ ചാക വണ്ടികളാണ്. റോഡിറക്കാൻ വേണ്ടി വന്നാണ്. അയ്യോ, ചൂടാച്ച വെയിലച്ച സഹിക്കാൻ പറ്റാത്ത വെയില, രക്ഷയില്ല. വണ്ടി കാണിച്ചു തരാം കേട്ടോ, ആകെ വണ്ടികളാണ്.
വണ്ടി പിന്നെ വണ്ടി. പക്ഷേ ഇതാ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കണം, ഒരു രക്ഷയില്ല. അത് ശോകമുഖമാണ്. ലോഡിറക്കി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകണം. ആ വണ്ടികളുണ്ടോ, ഇപ്പം ലോഡിറക്കി ഇവിടുന്ന് പോകണം, എന്നാലേ കാര്യമുള്ളൂ. ലോഡിറക്കൽ കഴിഞ്ഞേക്കണു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും തടിയപ്പി പുറത്ത് ചാടണം, എന്നാലേ ഇനി പ്രശ്നമുള്ളൂ. പുറത്ത് ചാടിയിട്ട് എന്തെങ്കിലും നോക്കണം, എന്നാണ് ഇപ്പോൾ അടുത്ത പരിപാടി. ഓക്കെ, കാണാം. ജാസ്തി ബ്ലോക്ക് ബാംഗ്ലൂർ ഹേ, നല്ല ബ്ലോക്കാണ്. നമ്മൾ വേറെ വഴിക്ക് ആയതുകൊണ്ട് ബ്ലോക്ക് കുറവായി. നല്ല ബ്ലോക്കാണ്. പോലീസുകാരെ കാണുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യും. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ ഒരു പാലത്തുമെന്ന്? ഒന്ന് മെട്രോ ഒന്ന് റോഡുമാണ്. ഒരു ഇതുമെന്ന് അപ്പുറത്തേക്ക് കമ്പി കെട്ടിക്കണുണ്ട്. ഞങ്ങൾ അത് എന്തിനാന്ന് അറിയണ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ബാംഗ്ലൂരാണ്, ഒടുക്കത്തെ ബ്ലോക്കാണ്. അതാണ് കണ്ടോ, ജാസ്തി ബ്ലോക്ക്. ഫുൾ റോഡ് ബ്ലോക്ക്, ഫുൾ ബ്ലോക്ക്. ബ്ലോക്കിൽ ഒരു വിധം ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ ബ്ലോക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. കണ്ടാ, ആ അവിടെ ഏകദേശം ആയിരുന്നു. ഇവിടെ ഒരുവിധം തീർന്നു ബ്ലോക്ക്. ഇതാ തീർന്നു എന്ന് വിചാരിച്ചപ്പോഴേക്കും അടുത്ത ബ്ലോക്കിൽ പെട്ട് ഇതാ ബ്ലോക്ക്. കർണാടക KSRTC, അത് കർണാടക KSRTC. നമ്മുടെ KSRTC ആയിട്ട് കർണാടക KSRTC വെച്ചിരുന്ന മത്സരം തീർന്നാണാവും. അത് കർണാടക KSRTC. എൻ്റെ ഫ്രണ്ടിൽ ആകെ KSRTC 1, 2, 3, 4, 5, 6 KSRTC ഒരുമിച്ച്. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ആയിട്ടാണ്. ചെറിയൊരു പ്രശ്നത്തിൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഞാനൊന്നും ഉറങ്ങാത്തോണ്ട് കിടന്നുറങ്ങിപ്പോയി. അതുകൊണ്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, കാണാം. എന്താ വ്യൂ നോക്കിയ, സൂപ്പർ വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കണ്ടാ, രണ്ട് മലകൾക്കിടയിലൂടെ നല്ല സീനറി. നിങ്ങൾ യാത്ര ചെയ്യൂ, യാത്ര ചെയ്ത് സന്തോഷം കൈവരിക്കും. കണ്ടാ, നേരം വെളുത്തു. 110 കിലോമീറ്റർ ഉണ്ടാവും ബാംഗ്ലൂർക്ക്. നല്ല ഉറക്കുറങ്ങി നല്ല ഉറക്കുറങ്ങി. പിന്നെ ബാംഗ്ലൂരില്ലേ, അതിന്റെ അവസ്ഥ എന്താന്ന് അറിയാലോ. നല്ല സൂപ്പർ ഉറക്കം കിട്ടിയെന്നല്ലേ. നമ്മള് പോവാൻ പോണത്, ഇനി നിങ്ങള് കാത്തിരിക്കാൻ പോണത് ഒരു വമ്പൻ വീഡിയോ ആണ്. പോണ റൂട്ട് ഓക്കെ കാണാം. കാണുന്നുണ്ടോ ആ മല? എന്തുമാതിരി എനിക്ക് തോന്നലെന്ന് പറയാം. കാണാൻ നല്ല രസമുണ്ട്. നേരം വെളുത്തു, അതാണ് നേരം വെളുത്ത പുലരാ നേരം പടിവാതിൽ പുതുതായെത്തും കിളിച്ചുണ്ടി. നമ്മളിപ്പോ അതിന്റെ ചോട്ടു കൂടെ പോവാ, അങ്ങടെ എത്താറാവണം. കാണാം. നമ്മള് മറ്റേ നൈസ് റോഡിന് അടുത്ത് നൈസ് റോഡാ, നൈസ് റോഡിന് കയറാൻ പോവാ. നൈസ് റോഡില്ല, അത് വേറെ ഹൈവേ ആണ്. അതിന്റെ ടോളില് കയറാൻ വേണ്ടി മച്ചി അവിടെ നമുക്ക് ടോള് കൊടുത്ത് തെറിക്കാം. ഓക്കെ, മേഘം ഒരു കീറ് കഷ്ണം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. രസാ കാണാൻ വൈബല്ലേ. ഇത്തരം സുന്ദരമായ
കാഴ്ചകൾ പോയിടാ പറയുന്നതാ കിട്ടുണ്ടോ ഒരു മിനിറ്റ്. ഓക്കെ, ഇതാ ഇത്ര സുന്ദരമായ കാഴ്ചകൾ നോക്കിയൊക്കെ സൂര്യൻ പൊന്തി പോയി പിന്നെയും പോയി. ഞാനൊരു കാവ്യാത്മകമായ കഥ പറയാൻ വേണ്ടി വന്നതാ. അതാ കണ്ട താന്ന് താന്ന് പോകുന്ന സൂര്യനെ നമ്മൾ കാണുകയാണ്. ചിലപ്പോ കോപ്പറേറ്റ് ഒരു വീഡിയോക്ക് എന്നാലും കുഴപ്പമില്ല. ഈ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എന്റെ മെയിൻ പ്രധാനമായ കാര്യം. കണ്ടാ ഇതാ ഇതില് വീത വ്യൂ എന്താ കിട്ടാള് കണ്ടാ. കഴിഞ്ഞു സൂര്യാംശു ഓരോ വയൽ പൂയിലും മൗനം വിതയ്ക്കുന്നുവോ മണ്ണിന്റെ അതാ കാഴ്ചകളൊക്കെ കണ്ട് നല്ല യാത്രകൾ പോലെ എന്ത് രസമാണ് എൻ്റെ സുഹൃത്തുക്കളെ. വേറെ രസം തന്നെ. ഇതാണ് ഭവാനിപ്പുഴയുടെ വേറൊരു ഭാഗട്ടോ. ഇവിടെ വെള്ളമൊക്കെ കുറവാണ്. ആ ലോറി പോയി, ഇതാണ് ആ പണ്ടാറ ലോറി വന്നു. ഇതാണ് അതിന്റെ വെള്ളമില്ലാത്ത സ്ഥലം. ഞങ്ങൾ ഇന്നലെ വന്ന വഴി വേറെ വഴിയാണ്. അവിടെയാണ് നല്ല വെള്ളം. അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ തോനെ വെള്ളം. ഇവിടെ ചെക്ക് ഡാമൊന്നുമില്ല, അതുകൊണ്ട് വെള്ളം കുറഞ്ഞങ്ങോട്ട് ഇവിടെ വന്നു. ഇതാണ് ഭവാനിപ്പുഴ. ഓക്കെ, സൈഡ് ഫോറസ്റ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ നമ്മൾ പോണേ. दो साइड में फॉरेस्ट है, इस तरफ हम जाएगा. സമയം